പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ കർമ്മല മാതാവിനെ ധ്യാനിച്ചുകൊണ്ടുള്ള നൊവേനയുടെ അവസാന ദിനമാണിന്ന്. ഈ ദിനം നമ്മൾ പ്രാർത്ഥിക്കുന്നത് എല്ലാ കർമ്മലീത്ത സഭയിലെ അംഗങ്ങൾക്ക് വേണ്ടിയും കർമ്മലീത്ത ആധ്യാത്മികത ജീവിക്കുന്ന എല്ലാ സന്യസ്തർക്കും എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടിയാണ്. പരിശുദ്ധ കർമ്മല മാതാവ് ഈ സന്യസ്തരെയും എല്ലാ സഭാംഗങ്ങളെയും അൽമായരെയും പരിശുദ്ധമായ പ്രാർത്ഥനയിലൂടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ യോഹന്നാൻ എഴുതിയ 19-ാം അധ്യായം 26 മുതലുള്ള തിരുവചനങ്ങൾ നമുക്ക് ധ്യാനിക്കാം. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. സ്നേഹം നിറഞ്ഞവരെ, കർത്താവായ ഈശോ പരിശുദ്ധ അമ്മയ്ക്ക് വിശുദ്ധ യോഹന്നാനിലൂടെ നമ്മെല്ലാവരെയും ഭരമേൽപ്പിക്കുന്ന ആ വിശുദ്ധിയുടെ വാക്കുകളാണ്, വചനങ്ങളാണ് നമ്മൾ ശ്രവിച്ചത്. ഈ ലോകത്തെ മുഴുവനുമായി പരിശുദ്ധ അമ്മയെ ഏൽപ്പിക്കുന്നു. ഈ ലോകത്തിനായി പരിശുദ്ധ അമ്മയെയും ഏൽപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയെ കർത്താവായ ഈശോ നമുക്ക് സമ്മാനമായി നൽകുന്നു. അതോടൊപ്പം തന്നെ നമ്മെല്ലാവരെയും പരിശുദ്ധ അമ്മയ്ക്ക് ഈശോ സമർപ്പിക്കുകയാണ്. പരിശുദ്ധ കർമ്മല മാതാവ് തൻ്റെ തിരുവുത്തരീയത്തിലൂടെ നമ്മുടെ എല്ലാവരുടെയും രക്ഷ ഉറപ്പിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ മുഴുവൻ രക്ഷ പരിശുദ്ധ കർമ്മല മാതാവ് തിരുവുത്തരീയത്തിലൂടെ സാധ്യമാക്കുന്നു. അപ്രകാരം നമ്മുടെ രക്ഷ സാധ്യമാക്കുന്ന കർമ്മല മാതാവ് നമ്മോട് ചോദിക്കുകയാണ്, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതത്തെയും നമ്മുടെ സഹോദരങ്ങളുടെ ജീവിതത്തിൻ്റെയും വിശുദ്ധി ഉറപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? കർമ്മല മാതാവ് തിരുവുത്തരീയത്തിലൂടെ നമ്മുടെ രക്ഷയും വിശുദ്ധിയും ഉറപ്പാക്കുമ്പോൾ അമ്മ നമ്മളോട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ സഹോദരങ്ങളുടെ ജീവിതവും ആ ജീവിതത്തിൻ്റെ വിശുദ്ധിയും രക്ഷയും ഉറപ്പാക്കുവാൻ നമ്മളെല്ലാവരും കടപ്പെട്ടിരിക്കുന്നുവെന്ന്. പരിശുദ്ധ കർമ്മല മാതാവിനോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. തിരുവുത്തരീയത്തിലൂടെ നമ്മുടെ രക്ഷയും വിശുദ്ധിയും അമ്മ ഉറപ്പാക്കുമ്പോൾ ആ അമ്മയെ പിഞ്ചെന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ സഹോദരങ്ങളുടെ ജീവിതത്തെയും വിശുദ്ധീകരിക്കുവാനും രക്ഷിക്കുവാനുമുള്ള കൃപ നൽകണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും സഹോദരങ്ങളെയും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ ഉത്തരീയത്തിൻ്റെ മാധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധിയിലേക്കും രക്ഷയിലേക്കും കർത്താവ് നമ്മെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ തിരുനാളിൻ്റെ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു. കർത്താവായ ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമീൻ.